വെൽക്കം ടു BDR അക്കാഡമി. ഈ വീഡിയോയിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2 കേരള PSC എക്സാമിനേഷൻ്റെ സിലബസാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കേരള PSC JPH എക്സാം പാറ്റേണിൽ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100 ആയിരിക്കും. ടോട്ടൽ ടൈം ഡ്യൂറേഷൻ 1 hour 15 minutes. പിന്നെ മാക്സിമം മാർക്സ് 100ലാണ്. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ 4 ഓപ്ഷൻസ് അല്ലെങ്കിൽ 4 ചോയ്സസ് ഓരോ ക്വസ്റ്റ്യനും കാണും. ABCD വിത്ത് 1 കറക്റ്റ് ആൻസർ. സോ OMR ആൻസർ ഷീറ്റിലാണ് നമ്മൾ അതിൻ്റെ ആൻസർ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പോയിൻറ്റ് പെൻ വെച്ചിട്ട് കറക്റ്റ് ആൻസർ ഏതാണോ ഈ ഓപ്ഷനിൽ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് അത് നമ്മൾ ബബിൾ ചെയ്യുവാണ് വേണ്ടത്. ഇപ്പോൾ എല്ലാ PSC എക്സാമിനേഷനും ഈ ഒരു സെയിം ഫോർമാറ്റാണ്. നമുക്കറിയാവുന്നതാണ്, നമുക്ക് പരിചയമുള്ള കാര്യമാണ്. ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കറക്റ്റ് ആൻസറിനും ഓരോ മാർക്ക്. ഈച്ച് കറക്റ്റ് ആൻസർ ക്യാരീസ് 1 mark ആൻഡ് ഫോർ ഈച്ച് റോങ് ആൻസർ 1/3 മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. ഒരു റോങ് ആൻസറിന് നമ്മൾ മാർക്ക് ചെയ്യുവാണെങ്കിൽ അതിന് 1/3 മാർക്സ് വെച്ചിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം, നെഗറ്റീവ് മാർക്സ് വരാതെ നോക്കുക. കഴിവതും കേരള PSCയുടെ JPH പ്രീവിയസ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കളക്ട് ചെയ്ത് അതൊന്ന് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നെഗറ്റീവ് മാർക്സ് വരുന്നതെന്നും അതെങ്ങനെ നമുക്ക് കുറയ്ക്കാമെന്നുള്ളതും നമുക്ക് വിത്ത് എക്സ്പീരിയൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ദർ വിൽ ബി നോ നെഗറ്റീവ് മാർക്സ് ഫോർ അൺഅറ്റൻഡഡ് ക്വസ്റ്റ്യൻസ്. അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസിന് നമുക്ക് നെഗറ്റീവ് മാർക്സ് ഇല്ല. പക്ഷെ അറ്റൻഡ് ചെയ്ത് റോങ് ആയിട്ട് വരുവാണെങ്കിൽ അവിടെ 1/3 മാർക്സ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് പോകും. സോ ദിസ് ഇസ് ദ യൂഷ്വൽ പാറ്റേൺ ഓഫ് കേരള PSC ഓൾ എക്സാമിനേഷൻസ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ JPH എക്സാമിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ സിലബസ് ഓഫ് കേരള PSC JPH എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് നഴ്സിംഗ് സിലബസിൽ നിന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. ഓൾ 100 ക്വസ്റ്റ്യൻസ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ഫ്രം നഴ്സിംഗ് സിലബസ് ബിക്കോസ് പ്രീവിയസ്ലി നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിനേഷന് GK ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ GK എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാം നമ്മുടെ നഴ്സിംഗ് സിലബസിൽ നിന്ന് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി സിലബസിൽ പറഞ്ഞേക്കുന്ന ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, പിന്നെ ഹെൽത്ത് പ്രൊമോഷൻ, പ്രൈമറി ഹെൽത്ത് കെയർ ദാറ്റ് ഇൻക്ലൂഡ് പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്, ചൈൽഡ് ഹെൽത്ത് കെയർ, മിഡ്വൈഫറി. ഈ ഒരു 5 ഏരിയാസിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എടുക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ ഫസ്റ്റ് വരുന്നത് കൺസെപ്റ്റ് ഓഫ് ഹെൽത്തിൻ്റെ കൺസെപ്റ്റ്, അതിൻ്റെ ഡെഫിനിഷൻ, WHO ഡെഫിനിഷൻ, ദെൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രാക്ടീസ്, then different dimensions of health and the different determinants of health, indicators of health, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. ഹെൽത്ത് പ്രോബ്ലംസ്, ഹെൽത്ത് പോളിസീസ്, then health organization, role of health team, structure of community, dynamics of community, പിന്നെ community need assessment, communication methods and media എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൗൺസിലിംഗ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ, അങ്ങനെയുള്ള ഒരു 11 കോർ ഏരിയാസ് ആണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. നമുക്കറിയാം കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ്, അതിൻ്റെ ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ഹെൽത്ത് പ്രോബ്ലംസ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എങ്ങനെയാണ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ തന്നെ കമ്മ്യൂണിക്കേഷനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഫോക്കസ് ചെയ്ത് പഠിക്കുക. കമ്മ്യൂണിറ്റി നീഡ് അപ്രോച്ച്, കമ്മ്യൂണിറ്റി നീഡ് അസസ്മെൻറ്റ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ടോപ്പിക് അല്ലെങ്കിൽ സെക്കൻഡ് ഏരിയ ഈസ് ഹെൽത്ത് പ്രൊമോഷൻ. ഹെൽത്ത് പ്രൊമോഷനിൽ ഒരു 4 കമ്പോണൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ന്യൂട്രീഷൻ, ഹ്യൂമൻ ബോഡി, എൻവയൺമെൻറ്റൽ സാനിറ്റേഷൻ, മെൻ്റൽ ഹെൽത്ത്. ന്യൂട്രീഷനാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ന്യൂട്രീഷനിൽ നമുക്ക് എസെൻഷ്യൽ ന്യൂട്രിയൻസ്, ന്യൂട്രീഷണൽ പ്രോബ്ലംസ്. എസെൻഷ്യൽ ന്യൂട്രിയൻസ് നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്, ഇങ്ങനെയുള്ള അതിൻ്റെ എല്ലാം ബേസിക് ഫാക്ടേഴ്സ് എല്ലാം പഠിക്കണം. നമുക്ക് കഴിവതും നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓരോ ന്യൂട്രിയൻസ്, അതിൻ്റെ ഡെഫിഷ്യൻസി, ഡിസോർഡേഴ്സ്, അതിൻ്റെ റിച്ച് സോഴ്സസ് ഏതൊക്കെയാണ്, ഹൗ മച്ച് കലോറീസ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുക. പിന്നെ ന്യൂട്രീഷണൽ പ്രോബ്ലംസ്, അതായതാണ് മെയിനായിട്ട് പ്രോട്ടീൻ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഇങ്ങനെയുള്ള
ഒരു ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് പഠിക്കുക, പിന്നെ ന്യൂട്രീഷണൽ അസസ്മെൻറ്റ്, then promotion of nutrition. So these are the important areas in nutrition. പിന്നെ വരുന്നത് ഹ്യൂമൻ ബോഡി ആൻഡ് ഹൈജീൻ. ഹ്യൂമൻ ബോഡി ആൻഡ് ഹൈജീനിൽ ദ ഹ്യൂമൻ ബോഡി, ഹൈജീൻ ആൻഡ് ഒപ്റ്റിമൽ ഫങ്ഷനിങ് ഓഫ് ദ ബോഡി, ഒപ്റ്റിമൽ ഫങ്ഷനിങ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. ബേസിക് ആയിട്ടുള്ള അനാറ്റമി, ഇത് ലാർജസ്റ്റ് ഓർഗൻ ഏതാണ്, അല്ലെങ്കിൽ ലാർജസ്റ്റ് ഗ്ലാൻഡ്, ഇങ്ങനെയുള്ള ഓൾ systems you have to focus, and the anatomy part of all the systems you have to study. പിന്നെ hygiene of the body, hygiene and cleanliness, then optimal functioning, the physiological functioning, the physiology of each system like central nervous system, cardiovascular system, respiratory system, genitourinary, reproductive system, എല്ലാം നമ്മൾ അതിൻ്റെ anatomy and physiology you have to focus. Next is the environmental sanitation. Environmental sanitation, safe water, disposal of excreta and waste, community participation. നമുക്ക് സേഫ് വാട്ടർ സപ്ലൈ എങ്ങനെയാണ്, ഡിഫറെൻറ്റ് ക്ലോറിനേഷൻ ഓഫ് വാട്ടർ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം ഫോക്കസ് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് മെൻ്റൽ ഹെൽത്തിൽ മെൻ്റൽ ഇൽനെസ്, മാൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ഓൾഡ് ഏജ് കെയർ, ഇങ്ങനെ ഒരു 4 കോർ ഏരിയാസ് ആണ് മെൻ്റൽ ഹെൽത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഈസ് ദ പ്രൈമറി ഹെൽത്ത് കെയർ. പ്രൈമറി ഹെൽത്ത് കെയർ ഇസ് ഡിവൈഡഡ് ഇൻ ടു 2 ഏരിയാസ്, പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്. പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്. ഇപ്പോൾ പ്രൈമറി ഹെൽത്ത് കെയറിൽ നമുക്ക് ഇൻഫെക്ഷൻ, ഇമ്മ്യൂണൈസേഷൻ, കമ്മ്യൂണിക്കബിൾ ഡിസീസ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോബ്ലംസ്, പ്രൈമറി മെഡിക്കൽ കെയർ, ഫസ്റ്റ് എയ്ഡ് ആൻഡ് റെഫറൽ, ഇങ്ങനെ ഒരു 5 ഏരിയാസ് ഉണ്ട്. ഇൻഫെക്ഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാക്സിൻസ്, അതിൻ്റെ ഏജ്, റൂട്ട് ഓഫ് ഡിഫറെൻറ്റ് വാക്സിൻസ് ലൈക്ക് MMR, BCG, DPT, OPV, ഇങ്ങനെയുള്ള വാക്സിൻസ്. ഈ വാക്സിൻസ് കണ്ടുപിടിച്ചത് ആരാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ലോട്ട് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദെയർ. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, സ്മോൾ പോക്സ്, മംസ്, മീസിൽസ്, റുബെല്ല, ഇൻഫ്ലുവൻസ, ഡിഫ്തീരിയ, TB, ഇങ്ങനെയുള്ള എല്ലാ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും, ഇൻഡസ്റ്റൈനൽ ഇൻഫെക്ഷൻസ്, ആർത്രോപോഡ് ബോൺ ഇൻഫെക്ഷൻസ്, വൈറൽ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ഇതെല്ലാം കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെപ്പറ്റൈറ്റിസ്, കോളറ, ഇങ്ങനെയുള്ള എല്ലാ ഡിസീസസും അതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസംസ്, അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്, മെയിനായിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ഇതെല്ലാം നോട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോബ്ലംസ്, പ്രൈമറി മെഡിക്കൽ കെയർ, ഫസ്റ്റ് എയ്ഡ് ആൻഡ് റെഫറൽ. ഓരോ ഫസ്റ്റ് എയ്ഡ് മാനേജ്മെൻറ്റ്, ഇപ്പോൾ ചോക്കിംഗ് ആണെങ്കിൽ അതിനുള്ള മാനേജ്മെൻറ്റ്, സ്നേക്ക് ബൈറ്റിൻ്റെ മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള എല്ലാ ഫസ്റ്റ് എയ്ഡും, പിന്നെ CPR, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പ്രൈമറി ഹെൽത്ത് കെയർ ആസ്പെക്റ്റിൽ. പിന്നെ ഇൻഫെക്ഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ, അതിൽ കൺസെപ്റ്റ് ഓഫ് ഡിസീസ്, ഇൻഫെക്ഷൻ, ഇമ്മ്യൂണിറ്റി ആൻഡ് ബോഡി ഡിഫെൻസ് മെക്കാനിസം. ദെൻ ഇമ്മ്യൂണൈസേഷൻ, കളക്ഷൻ ഓഫ് സ്പെസിമെൻ, ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ, വേസ്റ്റ് ഡിസ്പോസൽ. ഇത്രയും കാര്യങ്ങളാണ് ഇൻഫെക്ഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷനിൽ നമുക്ക് നോക്കേണ്ടത്. കൺസെപ്റ്റ് ഓഫ് ഡിസീസ്, അതിൻ്റെ ഒരു നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് എന്താ പറയുക, എപ്പിഡമിയോളജിക്കൽ ട്രയാഡ് ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ഡിസീസ്, ലെവൽസ് ഓഫ് പ്രിവെൻഷൻ, ഇതെല്ലാം അറിഞ്ഞിരിക്കുക. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കബിൾ ഡിസീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കമ്മ്യൂണിക്കബിൾ ഡിസീസ്, കെയർ ഇൻ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, എപ്പിഡമിക് മാനേജ്മെൻറ്റ്, ഓൾ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഡ്രഗ്സ് ഏതാണ്, ഓരോന്നിനും ഓരോ ഡിസീസിനും സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഏതാണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഏതാണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോബ്ലംസിൽ വരുന്നത് കെയർ ഇൻ സിക്ക് ഇൻ ദ കമ്മ്യൂണിറ്റി, ഫീവർ, റെസ്പിറേറ്ററി പ്രോബ്ലംസ്, aches and pains, digestive problems, urinary problems, cardiovascular problems, disease of the nervous system, metabolic diseases, diseases of musculoskeletal system, care of handicap. ഇപ്പം കെ പാർക്കിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വളരെ ഇഫക്റ്റീവാണ്. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് മുമ്പ് കെ പാർക്കിൻ്റെ ടെക്സ്റ്റ് നന്നായിട്ടൊന്ന് വായിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട്
മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പ്രൈമറി മെഡിക്കൽ കെയറിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രഗ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ്സ് യൂസ്ഡ് ഇൻ മൈനർ എയിൽമെൻറ്റ്സ്, കോമൺ എമർജൻസി ഡ്രഗ്സ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എമർജൻസി എപ്പിനെഫ്രിൻ അങ്ങനെയുള്ള ഡ്രഗ്സ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ആൻറ്റിപൈററ്റിക്സ്, അനാൽജസിക്സ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രഗ്സ്, പിന്നെ ഓരോ മൈനർ എയിൽമെൻറ്റ്സിന് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്, അതിൻ്റെയൊക്കെ ഈ ഡ്രഗ്സിൻ്റെയൊക്കെ റൂട്ട് എങ്ങനെയാണ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ്സ്, ഇതെല്ലാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് റെഫറൽ. ഓൾറെഡി പറഞ്ഞു, നീഡ് ഫോർ ഫസ്റ്റ് എയ്ഡ്, ഓരോ മൈനർ ഇഞ്ചുറീസ്, അതിൻ്റെ എയിൽമെൻറ്റ്സും, പിന്നെ ഫ്രാക്ചേഴ്സ്, ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻസ്, ഇതിനെല്ലാം മെയിനായിട്ടുള്ള BLS, ബേസിക് ലൈഫ് സപ്പോർട്ട് എന്താണ്, CPR, ഇതെല്ലാം ഫോക്കസ് ചെയ്യുക ഫസ്റ്റ് എയ്ഡ് ആൻഡ് റെഫറലിൽ. അടുത്തത് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ആണ്. ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗിൻ്റെ ആ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് ഓരോ മൈൽ സ്റ്റോൺസും ഏത് ഏജിലാണ് അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. പിന്നെ ന്യൂട്രീഷൻ ഓഫ് ഇൻഫൻറ്റ്സ് ആൻഡ് ചിൽഡ്രൻ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഹാപ്പൻസ് അബൌട്ട് ദ മാൽ ന്യൂട്രീഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ചിൽഡ്രൻസ് റൈറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കെയർ ഓഫ് സിക്ക് ചൈൽഡ്, കെയർ ഓഫ് സ്കൂൾ ചിൽഡ്രൻ, കെയർ ഓഫ് അഡോളസൻസ്, കെയർ ഓഫ് അഡോളസൻറ്റ് ഗേൾസ്. So these are the different important areas coming in child health nursing. അടുത്തത് മിഡ്വൈഫറി ആണ്. മിഡ്വൈഫറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ഫ്രം മിഡ്വൈഫറി. ഹ്യൂമൻ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ പെൽവിസ്, ഫീറ്റൽ സ്കൾ, നോർമൽ പെൽവിസ് ആൻഡ് ഫീറ്റൽ സ്കൾ ഇമ്പോർട്ടൻറ്റ്. ദെൻ ഫീറ്റസ് ആൻഡ് പ്ലാസൻറ്റ, normal pregnancy, antenatal care, normal labor, care during normal labor, normal puerperium, care of newborn, high risk newborn, safe motherhood, high risk pregnancies. ഇത്രയും കാര്യങ്ങൾ, ഇത് കൂടാതെ കുറച്ചും കൂടെ ഉണ്ട്, നോർമൽ കണ്ടീഷൻസും കൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. നോർമൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഇൻ പ്രഗ്നൻസി, ഓരോ സൈൻസ് ഉണ്ട്, ചാഡ്വിക് സൈൻ, ഇങ്ങനെയുള്ള ഓരോ സൈൻസ്, ഓസി അണ്ടർ സൈൻ, ഇതെല്ലാം നോക്കുക. പിന്നെ നോർമൽ ലേബർ, ഓരോ സ്റ്റേജസ് ഓഫ് ലേബർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോർമൽ പ്യൂപ്പേറിയം, അതിൻ്റെ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ റിസ്ക് പ്രഗ്നൻസീസ്, അത് കൂടാതെ നമുക്കുള്ളത് അബ്നോർമാലിറ്റീസ് ഓഫ് പ്രഗ്നൻസി, പ്ലാസൻറ്റ പ്രീവിയ, അബ്രപ്ഷ്യോ പ്ലാസൻറ്റ, ഇങ്ങനെയുള്ള ഓരോ അബ്നോർമാലിറ്റീസ്, അബോർഷൻ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, പിന്നെ അബ്നോർമൽ ചൈൽഡ്ഹുഡ്, അബ്നോർമൽ പ്യൂപ്പേറിയം, then surgical intervention, life cycle approach, status of women and empowerment, women's health problems, reproductive tract infections and sexually transmitted infections, HIV, AIDS, infertility, population, education, family welfare. ഇങ്ങനെ ഒരു 25 ഏരിയാസ് തന്നെ നമുക്ക് മിഡ്വൈഫറിയിലുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ JPHൻ്റെ എക്സാമിന് മുമ്പായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, K പാർക്കിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നോക്കുക. പിന്നെ ഹെൽത്ത് സെൻറ്റർ മാനേജ്മെൻറ്റ് എന്നൊരു ഏരിയ വരുന്നുണ്ട്. അതിനകത്ത് സബ് സെൻറ്റർ, എന്താണ് സബ് സെൻറ്റർ, അവിടുത്തെ പോപ്പുലേഷൻ, മെയിൻ്റനൻസ് ഓഫ് സ്റ്റോക്സ്, കോർഡിനേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, അപ്ഡേറ്റ് നോളജ്. അപ്പോൾ ഇതിൽ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെൻറ്റ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ലൈക്ക് ലെപ്രസി റാഡിക്കേഷൻ പ്രോഗ്രാം, അല്ലെങ്കിൽ ട്യൂബർക്ലോസിൻ്റെ പ്രോഗ്രാംസ്, എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഹെൽത്ത് പ്രോഗ്രാംസ്, ICDS, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഏരിയാസ്, അതിൻ്റെ ഇയർ, ഇതെല്ലാം നോക്കുക. അപ്പോൾ ഇതെല്ലാം നോക്കണം. Also they have also given this instruction that apart from the topics detailed above, questions from other topics prescribed for the educational qualification of the post may also appear in the question paper, and there is no undertaking that all the topics above may be covered in the question paper. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളും കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. നമ്മൾ കറക്റ്റ് ഇന്ന പാറ്റേണിൽ തന്നെ ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ എല്ലാ രീതിയിലും ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്ത് നമ്മളൊന്ന് റെഡി ആയിട്ടിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് കേരള PSCയുടെ JPHൻ്റെ സിലബസിൽ പറഞ്ഞേക്കുന്നത്. ആസ് സച്ച് നമുക്കൊരു ടെക്സ്റ്റ് ബുക്കായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഈ
സിലബസ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ബുക്സ് റെഫർ ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ പ്രിപ്പയർ വെൽ ഫോർ ദ എക്സാമിനേഷൻ and best wishes. Thank you.